കുറ്റ്യാടിയിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വളരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ തീപ്പാറുന്ന മത്സരം നടക്കുകയാണ്. ഈ മത്സരം സത്യത്തിൽ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം, അതാണ് ഈ മത്സരത്തിൻ്റെ തീപ്പാറലൊക്കെ. ഭരണവിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി എങ്ങനെയായിരുന്നാലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും വസ്തുത അതിശക്തമായ രൂപത്തിൽ ഗ്രാസ് റൂട്ടിൽ സാധാരണക്കാരായ ജനങ്ങളിൽ വളരെ ഗുരുതരമായ രൂപത്തിലതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഈ തെരഞ്ഞെടുപ്പിൽ. അത് കുറ്റ്യാടിയിലും വളരെ ശക്തമായി. പിന്നെ കുറ്റ്യാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം 333 വോട്ടിനാണ് ഞാൻ തോറ്റത്. അത് ആ തോൽക്കുന്ന ഘട്ടം ഏതാണ് എന്ന് പറഞ്ഞാൽ, ഒരു തരംഗം പോലെ നമ്മുടെ കോവിഡ് കഴിഞ്ഞ് കോവിഡിൻ്റെ എല്ലാ പ്രതിസന്ധികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതുണ്ടായത്. ജനങ്ങളന്ന് ജീവൻ നിലനിർത്തുക എന്നുള്ളതിലപ്പുറത്ത് ഒരു പൊളിറ്റിക്സിനും താല്പര്യം കാണിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് ആരാണോ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചോ അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെയാണ് അന്നത്തെ ഒരു വോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലൊരു സുനാമി പോലെ ഒരു 99 സീറ്റും കൊണ്ടാണ് വന്നത് ഇടതുപക്ഷം. അപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ നാടാണ് കുറ്റ്യാടി. കുറ്റ്യാടിയിൽ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ബേസ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ 167 വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. 184 ബൂത്ത് ഉണ്ടായിരുന്നു. ഒരു ബൂത്തിൽ നിന്ന് ഒരു വോട്ട് കിട്ടിയാൽ ഞാൻ ജയിക്കും, ഒരു വോട്ട് വേണ്ട. അപ്പോൾ അവിടെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം, അതിനപ്പുറത്ത് ഷാഫിൻ്റെ തെരഞ്ഞെടുപ്പുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ, അതിലേതാണ്ട് 23,700 ചില്ലാനം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2016 ഞാൻ മത്സരിക്കാൻ വരുമ്പോൾ 2 പഞ്ചായത്താണ് UDFൻ്റെ കയ്യിലുണ്ടായിരുന്നു. വേളം പഞ്ചായത്തും ആഞ്ചേരി പഞ്ചായത്തും. ഇപ്പോഴവിടെയുള്ള അവസ്ഥ 2026 ആകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, വേളം, ആഞ്ചേരി, മണിയൂർ, പുറമേരി 4 പഞ്ചായത്തല്ല, തിരുവള്ളൂർ പഞ്ചായത്ത് സത്യത്തിൽ അത് നറുക്കെടുപ്പിലൂടെ ടൈ ആയപ്പോൾ പ്രസിഡൻറ്റ് ഇടതുപക്ഷത്തും വൈസ് പ്രസിഡൻറ്റ് UDFുമായി വന്നതാണ്. എന്നാൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ 1700 വോട്ടിൻ്റെ 1600 ചില്ലാനം വോട്ടിൻ്റെ ലീഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു ടൈ ആയപ്പോൾ മാത്രമല്ല, ആ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ, ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള നീതി നിഷേധം നടത്തിക്കൊണ്ടാണ് വാർഡ് വിഭജനം ഉണ്ടായത്. എന്നിട്ടും അവിടെ 1600-1700 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു കുറ്റ്യാടി പഞ്ചായത്താണ്, 6ാമത്തെ പഞ്ചായത്ത്. 4 ഞങ്ങൾ ജയിച്ച പഞ്ചായത്ത്, 1 ടൈ ആയ പഞ്ചായത്ത്, അവിടെ ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം. പിന്നെ 5 6ാമത്തെ പഞ്ചായത്ത് കുറ്റ്യാടി എടുത്താൽ, കുറ്റ്യാടിയിൽ 11 വോട്ടിനാണ് UDFൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് കൊണ്ടാണ് അവിടെ കുറ്റ്യാടിയിൽ ഭരണം ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7ാമത്തെ പഞ്ചായത്ത് വില്യാപ്പള്ളി എടുത്തു. വില്യാപ്പള്ളി എടുത്താൽ വില്യാപ്പള്ളി ഒരു വാർഡ് ടൈ ആയി നറുക്കെടുത്തപ്പോൾ നറുക്കെടുപ്പിലൂടെ ഇടതുപക്ഷത്തിന് കിട്ടി. പിന്നെ അങ്ങനെ 2 വാർഡിൻ്റെ ഭൂരിപക്ഷത്തിനാണ്, 2 വാർഡാണ് ഇവിടെ. അതും കാലങ്ങളായി CPMൻ്റെ കോട്ടയായി നിലനിൽക്കുന്ന സ്ഥലം. അപ്പോൾ വില്യാപ്പള്ളിയിലെ അവസ്ഥ. പിന്നെ കുന്നമ്മൽ മാത്രമാണ് ഒരു ചെറിയ എഡ്ജ് എന്ന് പറയാനുണ്ടായത്. കുന്നുമലാണ്.
7 പഞ്ചായത്ത് UDFിൻ്റെ കയ്യിൽ നിൽക്കുന്ന സാഹചര്യം ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ പിന്നെ അവിടെ തീപ്പാറാനൊന്നുമില്ല. അവിടെ വളരെ നല്ല നിലയിൽ UDFിന് വലിയ എഡ്ജുള്ള ഒരു മണ്ഡലമായി അത് മാറിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നമ്മൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ സ്വീകാര്യതയാണ്, ചെറിയ സ്വീകാര്യതയാണ്. എല്ലാ അർത്ഥത്തിലും ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നത്. ഏറ്റവും സാധാരണക്കാരനിൽ സാധാരണക്കാരൻ. കാരണം ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഇപ്പോൾ 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ലാപ്പ് വരുമ്പോൾ ജനങ്ങളാകെ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രമാത്രം കഷ്ടപ്പാടിലാണ് ഇവിടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ വികാരം അത് വളരെ നന്നായിട്ട് താഴെത്തട്ടിലുണ്ട്. ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം. നല്ല കോൺഫിഡൻസ്. ജയിപ്പിക്കുമെന്ന് പറയാനുള്ള കാരണം ഒന്ന്, 2016 മുതൽ 21 വരെ 5 വർഷക്കാലത്തെ എൻ്റെ MLA എന്നുള്ള നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. 2, ഇപ്പോൾ 2021 മുതൽ 26 വരെ എന്തൊക്കെ നടന്നുവെന്നും അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇത് രണ്ടും തുലനം ചെയ്യുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞു, ഞാൻ പരസ്യമായൊരു ഡിബേറ്റിന് തയ്യാറാണ്. കുറ്റ്യാടിയുടെ ജനപ്രതിനിധിയുമായി നിലവിലുള്ള ആ വികസന പ്രവർത്തനങ്ങളുമായി എന്താണ്, പിന്നെ ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഡിബേറ്റിന് തയ്യാറാണ്. എന്താണ് പറയട്ടെ, ഈ അവകാശവാദങ്ങളൊക്കെ തീർത്തും ഞാൻ നിഷേധിക്കുന്നില്ല. ഒരു MLA എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും MLA നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? സ്വാഭാവികമായും പിന്നെ നാട്ടിലെ വികസനത്തിനുണ്ട്. വികസനം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ നമ്മൾ പിന്നെ എതിർക്കാൻ പോകുന്നതിന്. പക്ഷേ സ്വന്തമായി കൊണ്ട് ഈ ആരാൻ്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന രൂപത്തിലുള്ള വികസനം അതാരെ കണ്ടുപിടിയിട്ട് ഒരു ഗിമ്മിക്ക് എന്നല്ലാതെ അവരെന്താ പറയാൻ സാധിക്കുക? അവിടെ അങ്ങനെ യാതൊന്നും അത്തരം പിന്നെ വികസനം ഇയാൾ ഉയർത്തി കാണിക്കുന്ന, ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്ന ഒരു വികസനവും നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ വികസനം വന്നിട്ടുണ്ട്. ഞാൻ പറയാം, 2016 ഞാൻ അവിടെ കുറ്റ്യാടി ജയിച്ചു വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കുറ്റ്യാടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന നിലയിൽ കുറ്റ്യാടി ടൗണിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ബൈപ്പാസാണ്. ആ ഒരു ബൈപ്പാസ് കൊണ്ട് മാത്രം കുറ്റ്യാടി പ്രശ്നം തീരില്ല, അത് വേറെ കേസ്. ആ ഒരു ബൈപ്പാസ് ഉണ്ടായാലും ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാനാവും എന്നുള്ളതാണ്. അതിന് വേണ്ടി 2016 ഞാൻ വന്നപ്പോൾ LAക്ക് ഒരു 2 കോടി എന്ന് കാലങ്ങളായി 10 വർഷമായി LA 2 കോടി ബജറ്റിൽ വെക്കുമെന്നല്ലാതെ ഒരു പേപ്പർ വർക്കും എവിടെയും അതിൻ്റെ പേരിൽ ഒരില അനങ്ങിയിട്ടില്ല. ഞാൻ വില്ലേജ് ഓഫീസിലും അതിൻ്റെ രേഖയായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി തിരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സങ്കീർണമായ ഒരു കുരുക്കപ്പെട്ട് കിടക്കുകയാണ്. എന്താ ഇത് മുഴുവൻ ഈ വില്യാപ്പള്ളി സ്വദേശി ഹോട്ടൽ മുതൽ തണ്ണീർത്തടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് FMBയിൽ. നേരത്തെ അങ്ങനെയാണ്. ഇത് റെക്കോർഡിക്കലി ഇത് മുഴുവൻ എന്താണ് 1200 മീറ്ററും തണ്ണീർ 1400 മീറ്റർ റോഡാണുള്ളത്. തണ്ണീർത്തടാനെന്ന് പറയാൻ അത് മാത്രമല്ല കായക്കൊടി വില്ലേജിലൂടെയും കടന്ന് 2 വില്ലേജിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഞാനതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് എൻ്റെ ആദ്യത്തെ ഏർപ്പാട്. കാരണം ഉദ്യോഗസ്ഥന്മാരെ വില്ലേജ് ഓഫീസിലും മറ്റും ചെല്ലുമ്പോൾ അവർക്കറിയില്ല ഇതാരെഴുതി ഇതെങ്ങനെ. ഇത് നേരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സാധനം എഴുതി ഇങ്ങനെ പോയതല്ലാതെ വേറൊന്നും അതിലില്ല. വേറെ ആരും ഇതിനെ പരിശോധിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അത് 1 by 1 അതിൻ്റെ കുരുക്കുകൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു കൊണ്ടുവന്നു. അത് വലിയ പണിയെടുത്ത് വലിയ ശ്രമകരമായ ഏർപ്പാടായിരുന്നു. അങ്ങനെയാണ് ഈ പിന്നെ ബൈപ്പാസ് യാഥാർത്ഥ്യമാണ്. 39 കോടിയാണെന്ന് എൻ്റെ ഓർമ്മ. അത് പാസ്സായി 1200 മീറ്റർ ഭൂമി ഏറ്റെടുക്കുക. പെഗ് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കലാണല്ലോ. 1400-ൽ 1200 മീറ്റർ ഭൂമി ഏറ്റെടുത്തു. അവസാനത്തെ 200 മീറ്റർ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കോവിഡ് കാലമാണ്.
ഇതിൻ്റെ പ്രതിസന്ധി ചില്ലറയൊന്നും ആയിരുന്നില്ല. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ് റോഡിന് ഇതിൻ്റെ പെർമിഷന് വേണ്ടി പോകുമ്പോൾ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമാണ്. 1200 ഈ തണ്ണീർത്തട എവിടെയെന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അതിന് പരിസ്ഥിതിയുടെ ആളെ നമീർ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ തൃശ്ശൂരെങ്ങാനുള്ള അയാളാണ് ഗവൺമെൻറ് ഈ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് ഇത് പഠിക്കാൻ. അപ്പോൾ അയാളൊക്കെ ഞാൻ കൊണ്ടുവന്നത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ചെയ്തു. അയാൾ വന്നു, ഒരു ദിവസം ഫുൾ ഡേ ഇരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇത് പൂർണ്ണമായും നടപ്പിൽ വരുത്താനാകുന്ന രൂപത്തിൽ. അപ്പുറത്തെ ലാൻഡൊക്കെ തണ്ണീർത്തടാണ്, ഒരു വയൽനാടുകളിലൂടെ പോകുന്നതാണ്. അപ്പം ഞാനത് അവർ പോലും പറയാതെ, എങ്ങനെ നാട്ടുകാരുടെ ആ പ്രദേശവാസികൾക്ക് പോലും അറിയാത്ത ഒരു കാര്യം, ഇതിൽ നാളെ കെട്ടിടമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു ഷോപ്പിംഗ് പർപ്പസിന്, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ആ ഏരിയ ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഭാഗം നേരത്തെ തന്നെ തണ്ണീർത്തടാണ്. പിന്നെ ഇത് വയലിൻ്റെ ഒരു ഭാഗത്തൂടെയൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഞാൻ തരം മാറ്റി. എന്നിട്ട് ഇവർ ഈ ആവശ്യം ഒറ്റപ്പെട്ട് ഉന്നയിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ രേഖ ക്ലിയറാണ്. അതാദ്യം ഉറപ്പൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊമേഴ്സ്യൽ പർപ്പസിൽ ഭൂമി തരം മാറ്റി 200 മീറ്ററിൻ്റെ പെഗ്മാർക്ക് ചെയ്യുന്നിടത്താണ് CPM അവസാന ലേപ്പിൽ. അവരവിടെ ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കി. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ കാലത്ത് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, ബാക്കി എല്ലാ പേപ്പറുകളുടെയും ഫണ്ടും റെഡിയായി. അതിനുശേഷം ഈ നിയമസഭയിൽ ആദ്യത്തെ ഞാൻ തോറ്റു. 2021 ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞതാണെന്ന് എൻ്റെ ഓർമ്മ. 2021 ഞാൻ തോറ്റപ്പോൾ ആ ഫസ്റ്റ് സബ്മിഷൻ പുതിയ MLA നിയമസഭയിൽ. അപ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ചത് ആദ്യത്തെ സബ്മിഷൻ കുറ്റ്യാടി ബൈപ്പാസാണ്. അപ്പോൾ അതിനൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് മന്ത്രി റിയാസിൻ്റെ മറുപടി, അതൊക്കെ ഞങ്ങൾക്ക് ഇത് അടിച്ചു നോക്കിയാൽ കിട്ടും. റിയാസിൻ്റെ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ 2016 മുതൽ 2021 വരെ ഞാൻ വിളിച്ച മീറ്റിങ്ങിൻ്റെ ഓരോ നാൾ വഴികൾ അയാൾ, ഇന്ന മീറ്റിംഗ്, ഇന്ന സ്ഥലത്ത്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ന മീറ്റിംഗ്, ഇന്ന വകുപ്പായിട്ട് ഇന്ന മീറ്റിംഗ്, അത് പറഞ്ഞിട്ട് അവസാനം അയാൾ പ്രസംഗം അവസാനിപ്പിക്കുന്നത് 90% വർക്ക് കഴിഞ്ഞിരിക്കുന്നു, 10% മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ആ 10% വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആ 10% ബാക്കിയുള്ളൂ എന്ന് 10% ബാക്കി. സാധാരണ ഏതിനൊരു പ്രശ്നം ഉണ്ടാകുക എന്താ, ഇപ്പോൾ വീട് സാമ്പത്തികമായി സൗകര്യമുള്ള വീടെടുക്കുന്നത് എവിടെയും ചർച്ച ചെയ്യാം. നമ്മൾ പോയി വീട് അങ്ങെടുക്കുക, ഒരു കുറ്റിയടിക്കും, ഒരു കോൺട്രാക്ടറെ വിളിക്കും, കാശെൻ്റെ കയ്യിലുണ്ടെങ്കിൽ കോൺട്രാക്ടറെ പിറ്റേന്ന് മുതൽ വീടെടുക്കും. വീടിന് പ്രശ്നം എവിടെയാണ്, കാശില്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ അത് ആലോചന വരും, ചർച്ച വരും. അതുപോലെ റോഡിൻ്റെ വിഷയത്തിൽ ഫണ്ടില്ലാതിരിക്കുമ്പോഴാണല്ലോ ഈ മുറവിളി ഇതൊക്കെ വരും. ഞാൻ ഫണ്ട് അവിടെ കൊണ്ടുവന്നു, 39-40 കോടി രൂപ ഞാൻ പാസ്സാക്കി. അവിടെ ഗവൺമെൻറ് ഏതോ ആകട്ടെ, അത് ഇടതുപക്ഷമല്ലേ എന്ന് പറയാം. അതിപ്പോൾ ഇടതുപക്ഷമായാലും UDF ആയാലും MLA മാരാണല്ലോ ഈ പണിയെടുക്കേണ്ടത് പ്രാദേശികമായിട്ടുള്ളത്. ഞാൻ അവിടെ അന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ, അതിൻ്റെ പിന്നെ ഞാൻ വരുന്നതിൻ്റെ മുമ്പ് വരെ LDF തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫണ്ട് കൊണ്ടുവന്നു. അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ക്ലിയർ ചെയ്താൽ പിന്നെ അതിന് വേറൊരു അവകാശവാദം എങ്ങനെ ഉന്നയിക്കാനാകുക? അപ്പം വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വേറെ ഇതിനെല്ലാം ഒരു പ്രതിബദ്ധത വേണം സമൂഹത്തോട്. ഞാനത് വെറുതെ ഒരു പൊങ്ങച്ചം പറയല്ല. അപ്പോൾ അവിടെ ഒരു ഡയാലിസിസുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അവിടെ ആ ഡയാലിസിസ് യൂണിറ്റും 48 ആളുകളോ മറ്റാണ് ഡയാലിസിസ് നടക്കുന്നത്. ആ ഡയാലിസിസ് പേഷ്യൻ്റ് പഴയ കെട്ടിടത്തിലാണ്, പഴയ താലൂക്ക് ആശുപത്രിയുടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടത്തിലാണ്. മേൽക്കൂരയൊക്കെ ഷീറ്റൊക്കെയാണ്. അവിടെയാണ് ഈ ഇത് നടക്കുന്നത്. പിന്നെ മഴക്കാലത്ത് അവിടെ മരമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് മരം പൊട്ടി വീണു. പക്ഷെ ദൈവാദിനം കൊണ്ട് ഡയാലിസിസിന് തടസ്സമൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുക. പിന്നെ അപ്പം തന്നെ എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ മീറ്റിംഗ് വിളിച്ചു. 1 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്കും നടത്തി. ഞാൻ 2021 ഇറങ്ങി വരുമ്പോൾ, മാർച്ചിൽ ഇറങ്ങി വരുമ്പോൾ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് പണി കഴിച്ചു. ഇന്ന് നിങ്ങളെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുഴുവൻ പണിയും കഴിച്ചു. പെയിൻറ്റിങ് ഒഴികെ, പുറത്തെ പെയിൻറ്റിങ് ഒഴികെ ബാക്കിയെല്ലാം നടന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ സമയത്തും ഒരു 55-60 ഡയാലിസിസ് പേഷ്യൻ്റ് സ്റ്റാൻഡ് ബൈയിൽ ഇങ്ങനെ നിൽക്കുക. കാരണം ബുക്കിംഗ് ഇങ്ങനെ നമുക്ക് എടുക്കാനാവുന്നില്ല.
48 ആളിൻ്റെ അപ്പുറത്ത് അവിടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ പരിമിതമായ സൗകര്യം വെച്ചിട്ട് അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുന്ന ആളുകളെ ഒരാളെ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഡയാലിസിസിൽ ഇത് കയറിയാൽ പിന്നെ അയാൾ മരിക്കുന്നത് വരെ ആ മെഷീൻ ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം. ഇത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പോകണം. അപ്പോൾ അതിനൊന്നും സൗകര്യം നിങ്ങൾക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെയുള്ള രോഗികൾ 10-60 ആളുകൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ 100 ആളുകൾക്ക് സൗകര്യമുള്ള ഒരു കെട്ടിടമാണ് ഞാൻ എടുത്തത്. 100 ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് 5 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അവിടെ പ്രവൃത്തി ആരംഭിച്ചില്ല. ഒരു പ്ലാന്റ് അവിടെ വരേണ്ടേ ഉള്ളൂ. പ്ലാന്റ് ഉണ്ടാക്കാനോ അവിടെ അതിനനുസൃതമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും തയ്യാറായില്ല. ഇടതുപക്ഷം MLA ചിന്തിക്കേണ്ടത് ഒരു ദിവസം 50 കൂടുതൽ ആളുകൾക്ക് ചെയ്യാനാവും. 3 ഷിഫ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ മിനിമം നിങ്ങൾ 50 കൂട്ടിയാൽ 1500 ഡയാലിസിസ് ഒരു മാസം നടക്കും. ഒരു വർഷം 18,000 ഡയാലിസിസ് നടക്കും. ഒരു വർഷം 90,000 ഡയാലിസിസ് നടക്കും. ഈ പാവപ്പെട്ട സാധുക്കൾക്ക് ഈ 5 വർഷം ഈ ഡയാലിസിസ് രോഗികൾ ഇങ്ങനെ കയറി വരികയല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ കാണുന്നതല്ലേ, നാളെ ഡയാലിസിസാണ്, കാശ് പണം 2000-2500 അയാൾ കൈനീട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഈ പേഷ്യൻറ്റിനും ഇത്രയും വലിയ സൗകര്യം ഉണ്ടായിട്ടും അപ്പോൾ ഇതിന് പ്രതിബദ്ധതയില്ല. ഇതൊക്കെ ജനങ്ങളെ കാണിക്കാനുള്ളൊരു ഗിമ്മിക്ക് മാത്രമാണ്. പിന്നെ പറയുന്ന അവിടെ പെരിഞ്ചിരിക്കടവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വടകര ടൗണിൽ ഇപ്പോഴും ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളം വരുന്നത് എവിടുന്ന? കുറ്റ്യാടിയിൽ നിന്നാണ് ഇവിടത്തേക്ക് കുടിവെള്ളം വരുന്നത്. ആ കുറ്റ്യാടി വലിയ ജലസ്രോതസ്സുള്ള സ്ഥലം. അവിടെ ഉപ്പ് വരാനൊരു സാധ്യതയില്ലാത്ത സ്ഥലം. വയനാടിൻ്റെ താഴ്വര നിങ്ങൾക്കറിയാം, നമ്മുടെ ജലസ്രോതസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. ഈ കടൽ മൂരാട് പുഴയിലൂടെ കടലിൻ്റെ ഉപ്പോര് കയറി 18-20 കിലോമീറ്റർ അപ്പുറത്ത് കൃഷി നശിക്കുന്നു. എല്ലാം നശിച്ചു പോകുന്നു. കുടിവെള്ളമില്ല. അവിടെ ഇപ്പോഴും ജൽജീവൻ മിഷൻ്റെ വെള്ളം കൊടുക്കേണ്ടത് കുറ്റ്യാടിയിൽ നിന്നാണ്. ജൽജീവൻ മിഷൻ്റെ പണി കഴിഞ്ഞിട്ടും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ് പ്രശ്നം. ജലസ്രോതസ്സിൻ്റെ വലിയ വിഷയമാണ്. അപ്പോൾ ഇവർ കൊടുക്കാൻ എവിടുന്ന ഇതിൽ നിന്ന് കൊടുത്താൽ ഉപ്പുവെള്ളം കിട്ടുക. അപ്പോൾ ഇതിനൊക്കെ മാത്രമല്ല, കാർഷിക മേഖലയിൽ പ്രശ്നം, വലിയ പ്രശ്നമാണ് കാർഷിക മേഖലയിൽ. ചുറ്റുപാടുള്ള കിണറുകളും ജലസ്രോതസ്സൊക്കെ ഉപ്പായി മാറുകയാണ്, ഉപ്പോര് കയറിയിട്ട്. അപ്പോഴാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് കൊണ്ടുവന്നത്. അത് വേറെ ഒരു കാര്യം നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഞാനത് 2 വർഷം അതിൻ്റെ പിന്നാലെ നടന്നാണ് ഈ ഒരു സംവിധാനം റെഡിയാക്കി കൊണ്ടുവന്നത്. അത് ഗവൺമെൻറ് 1-2 തവണ അത് ഇത് പെർമിഷൻ തന്നില്ല. 3ാമത്തെ തവണ ഞാൻ CM നേരിൽ പോയി കണ്ട് എന്നിട്ട് കിഫ്ബിയിൽ ഇത് പെടുത്തണതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇത് കിട്ടിയത്. വർക്കും തുടങ്ങി. 2019 ലാസ്റ്റാണെന്ന് തോന്നുന്നു വർക്ക് തുടങ്ങി. 21 മാർച്ചിൽ പണി ഞാൻ വരുമ്പോൾ നല്ല ദ്രുതഗതിയിൽ നടക്കുകയാണ്. പക്ഷെ പിന്നെ 2022 ശേഷം ഒരു വർക്കും നടന്നില്ല. ഇപ്പോൾ അവിടെ വെറുതെ കിടക്കുന്നത്. അതുകൊണ്ട് എന്താ, അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവിടെ വടകരക്ക് ഈ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം ഒഴിവാകും. അവിടെയുള്ള കാർഷിക മേഖല ആയഞ്ചേരി, തിരുവള്ളൂർ, വേളം, കുറ്റ്യാടി ഈ 4 പഞ്ചായത്തുകൾക്കും ഏറ്റവും ഗുണകരമാകുന്ന ഒരവസ്ഥയായി മാറും. വടകരയുടെ നെല്ലറ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഈ ഒപ്പോരിൻ്റെ പ്രശ്നമൊക്കെ കയറി ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുമായിരുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ എന്നിട്ടാണ് പറയുന്നത് ഏതാ ഇത്ര കോടി. ഞാനതിനെ നിഷേധിക്കാൻ പോകുന്നില്ല. കോടി ഉണ്ടെങ്കിലും സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതെവിടെയാണ് എന്നുള്ളത് പിന്നെ ഈ വർക്കൊക്കെ ഞാൻ കൊണ്ടുവന്ന ഈ 1000 കോടി 1200 കോടിയിൽ ഈ പെരിഞ്ചേരിക്കടവുണ്ട്, വെള്ളിയാപ്പള്ളി ബൈപ്പാസ് ഉണ്ട്, പിന്നെ എൻ്റെ ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് കിഫ്ബിയിൽ എൻ്റെ വിവേചനത ഒരു നിയോജകമണ്ഡലത്തിൽ എവിടെയാണ് സ്കൂൾ കൊടുക്കേണ്ടത് 5 കോടി രൂപ ഞാനത് കുറ്റ്യാടി കൊടുത്തു. അവിടെ 82 ലക്ഷം രൂപ ഞാൻ വേറെയും കൊടുത്തു. 5 കോടി 82 ലക്ഷം രൂപ ചിലവിൽ അവിടെ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. ബിൽഡിംഗ് കെട്ടിടം എല്ലാം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ MLA ആയിരുന്ന സമയത്ത്. അതും അവകാശപ്പെടുന്നത് അപ്പുറത്താണ്. മൊകേരി കോളേജ്
മൊകേരി കോളേജിൽ ഒരു PG കോഴ്സ് ഉണ്ടായിരുന്നില്ല, സയൻസ് കോഴ്സ് ഉണ്ടായിരുന്നില്ല. 40 കൊല്ലം മുമ്പ് കണാറേട്ടൻ ഉണ്ടാക്കിയ ഒരു കോളേജായിരുന്നു. ആ അവസ്ഥയിൽ നിൽക്കുകയെന്നല്ലാതെ അതിന് പെയിൻറ്റ് പോലും 25 വർഷമായിട്ട് അടിച്ചിരുന്നില്ല. അവിടെ വലിയ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയാണ് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ട് 6.5 കോടി ഉറുപ്പിക കിഫ്ബിയിൽ അതിൻ്റെ ഫണ്ടും എന്ന് വെച്ച് ഊരാളുങ്കലിന് കൊടുത്ത് അതിൻ്റെ ഉദ്ഘാടനം വർക്ക് ഉദ്ഘാടനം നടത്തി. അതും അവകാശപ്പെടുന്ന ഇവരാണ്. വില്യാപ്പള്ളി ചേലക്കാട് റോഡ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടാണല്ലോ വിഷയം. 59 കോടി 25 ലക്ഷം ആദ്യത്തെ നമ്മളിത് ഭരണാനുമതി വരെ കിട്ടിയതാണത്. എല്ലാം ഫണ്ട് റെഡിയാക്കുക. അതിലും ഈ CPM നിങ്ങൾക്കറിയാം, ഈ ഏരിയയിലൊക്കെ CPM വിചാരിക്കണം എന്ത് നടക്കണ്ട എന്നുള്ളത്. ആ ഒരു തടസ്സപ്പെടുത്തൽ അവിടെ ഉണ്ടായി. ഇതൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്ന ഈ ഫണ്ടും കാര്യങ്ങളും അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടത്തി ഫണ്ട് ഭരണാനുമതി കിട്ടി ഫണ്ടുണ്ടായ ഒരു സ്ഥലത്ത് റോഡ് വർക്ക് തുടങ്ങാൻ എന്താ പ്രശ്നം? കുട്ടോത്തട്ടക്കുണ്ട് കടവ് റോഡ് അതും ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. 82 കോടി ഉറുപ്പിക. അതും എല്ലാ വർക്കും കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു 1500 മീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഭൂമി ഏറ്റെടുക്കുക. അപ്പോഴാണ് വേറെ ചില ട്വിസ്റ്റ് കൊണ്ടുവന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ ഇതിനെല്ലാം ഇടയിൽ ഈ കോവിഡ് ഉണ്ട്. ഞാൻ MLA ആയപ്പോൾ കോവിഡ് 2 വർഷം നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൂടാതെ 3 പ്രളയവും. എന്നിട്ടും ഞാൻ അവിടെ ഈ പിന്നെ നിയോജകമണ്ഡലത്തിൽ 700 ചില്ലാനം കോടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പറയട്ടെ, കണക്ക് വെച്ച് ഇതുപോലെ ഇപ്പോൾ ഇത്ര കിലോമീറ്റർ റോഡ് അത് പറയണ്ട. ഇന്ന റോഡ് കുട്ടോത്തട്ടക്കുണ്ട് കടവ്, വില്യാപ്പള്ളി ചേലക്കാട്, ബാങ്ക് റോഡ്, കുറുന്തോട് റോഡ്, ഇങ്ങനെ ഓരോന്ന് പറയാം. ഇത് ഇത്ര കോടി. അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും വിശ്വാസ്യതയും വരിക. അപ്പം അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒരൊറ്റ 1100 കോടിയുണ്ട്, 1200 കോടിയുണ്ട്, 1346 കോടി വരെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം കോടി പണ്ട് തേങ്ങ എണ്ണാൻ ഒരാളെ പയ്യനെ ഏൽപ്പിച്ചപ്പോൾ തേങ്ങ ബാക്കി. ഇവൻ വന്നിട്ട് പറഞ്ഞു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതെന്താ അത് എണ്ണം തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ 100 പേരെ എണ്ണാൻ അറിയുള്ളൂ. എണ്ണം തീർന്നാൽ പിന്നെ ഒന്ന് നിർത്തുക എന്നല്ലാണ്ട് അതുപോലത്തെ ഏർപ്പാടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതൊന്നും നമ്മളിവിടെയും കാണുന്നില്ല. മറ്റ് ചെയ്തു എന്ന് പറയുന്ന വർക്കുകളൊന്നും. ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെത് ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് ഒരാൾ അവകാശപ്പെടാൻ സാധിക്കുന്ന കേസാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും അത് ഡയറക്റ്റായി ഇതൊക്കെ സംഭവം. ഗുണഭോക്തൃ ഇത് അടിച്ചുകൊണ്ടുള്ള കേസാണ്. അങ്ങനെ അവകാശപ്പെടുന്ന എല്ലാ MLA മാരും എല്ലാം അവകാശപ്പെടാം. ലൈഫ് പദ്ധതി അവകാശപ്പെടാം, തൊഴിലുറപ്പ് അവകാശപ്പെടാം. അങ്ങനെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന മണ്ഡലത്തിൽ അതുവരെയുള്ള വർക്ക് അത് അവകാശപ്പെടാം. അപ്പോൾ കോടി ഇത്രയും വലിയ കോടിയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരാം. പക്ഷേ ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തില്ല. ഒരു പദ്ധതി, ഒരു പുതിയ എന്തെങ്കിലും നാളികേര വികസന പാർക്ക് ഏറ്റവും വലിയ ഉയർത്തിക്കാണിച്ചതും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കേസുമാണ്. ആ നാളികേര പാർക്കിൻ്റെ അവസ്ഥ എന്താ? അവിടെ ഒന്നും ആയില്ല. പോട്ടെ, ഇപ്പോൾ ഒരു 160 മീറ്റർ ടാർ ചെയ്തിട്ട് ഒരു 1ാം ഘട്ട ഉദ്ഘാടനം എന്ന് പറഞ്ഞു. ഒരു കൊടും വനത്ത് കാട്ടിലെ ഉള്ളിലേക്ക് ചെങ്കുത്തായി കയറിപ്പോകേണ്ട ഒരു കൊടും കാടായിപ്പോൾ അവിടെ നിങ്ങൾ പോയാൽ കാണാം. അവിടത്തേക്കൊരു 140 മീറ്റർ റോഡ് വെട്ടിയിട്ട് 1ാം ഘട്ട ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഇതാരെ കണ്ണപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാലമാണ്. പണ്ടാണെങ്കിൽ ഇത് പത്രത്തിൽ എഴുതുന്നത് പിന്നെ അവിടെ പോയി നോക്കുകയൊക്കെ ചെയ്യണ്ടേ. ഇതിപ്പോൾ ലൈവ് കാണൂല ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്ത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ. അത് മാത്രമല്ല, അതിലേറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു ITI ആണ്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 2 ITI ഉണ്ട്. എന്താ കാരണം എന്നറിയാം? എന്താ കാരണം? കുറ്റ്യാടി മാത്രം 2 വരും കാരണം ആദ്യം വടകര മണ്ഡലത്തിലുള്ളപ്പോൾ ഉണ്ടായ ITI, അത് അനുവദിച്ച ITI. ഞാൻ 2016 വരേണ്ടി വന്നു. ഞാനതിൻ്റെ പേപ്പറും കടലാസും എടുത്ത് ഇവിടെ വന്ന് അന്വേഷിച്ച് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു റെസൊല്യൂഷനുണ്ട്, സ്ഥലം ഞങ്ങൾ കൊടുക്കും. അപ്പോൾ സ്ഥലം അവിടെ പോയി അതെല്ലാം ഇത് ചെയ്തു. എന്നിട്ട് അന്ന് TPക്കാണ് ഇതിൻ്റെ ഇതുമായിട്ട് കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അയാളെടുത്ത് പോയി. എന്നിട്ട് അതിൻ്റെ ഫണ്ട് റെഡിയാക്കി എല്ലാം അനുവദിച്ചു റെഡി. അപ്പോൾ 2016 ഞാൻ ചെന്നപ്പോൾ നേരത്തെ മണിയൂരുള്ളതുകൊണ്ട് അതും അതിൻ്റെ എല്ലാ പേപ്പർ വർക്കും അത്തരം ആവശ്യമായത് മുഴുവൻ. അപ്പോൾ ഇതൊക്കെ
ഞാൻ പറയുന്നത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം പോലെ ഇതെല്ലാം ഒരാൾ ചെയ്ത് അയാളെ അവകാശപ്പെടുക എന്നല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോർഡ് വരെ വെച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തതിൻ്റെ മുകളിൽ ഓരോ ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിതിലൊന്നും ആക്ഷേപം പറയുന്നില്ല, ജനങ്ങളെ വിലയിരുത്തിക്കോട്ടെ, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. അതാണ് ഞാൻ പറഞ്ഞതാണ്. ഞാനത് വിദഗ്ധരുമായി കാർഷിക മേഖലയിലെന്ത്, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടെങ്ങനെ, ടൂറിസവുമായി ബന്ധപ്പെട്ടെങ്ങനെ, ഇതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച്, അത് മാത്രമല്ല തൊഴിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രശ്നം, ഈ ഫിനിഷിങ് സ്കൂളുകൾ, ഇതുപോലുള്ള സംഗതികളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ പിന്നെ പണിപ്പുരയിലുണ്ട്. എന്തൊക്കെ ചെയ്യണം? നമുക്ക് കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ ഇവിടെ നാട്ടിൽ തന്നെ തൊഴിൽ കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇന്നത്തെ കാലത്ത്. അതിനെന്തൊക്കെ സംവിധാനമാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ വലിയൊരു ആലോചനയും ചർച്ചയും പഠനവും ഒക്കെ ഞാൻ നടത്തുന്നുണ്ട്. ജയിച്ചു വന്നാൽ തീർച്ചയായും അതുപോലെ ഇതിപ്പോൾ എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മണിയൂരിനെ കൊണ്ടുവരാം. എൻ്റെ നേരത്തെ മണിയൂർ അത്രയും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു അടിസ്ഥാന സൗകര്യമുണ്ട്. ഭൂമി, നമ്മളേറ്റവും വലിയ ഭൂമി ലഭ്യതയാണ് നമുക്കിവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ. അതിന് മണിയൂരിൽ നമുക്കൊരു പരിധിവരെ അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ മണിയൂരിൽ നമുക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ AI കാലം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭയങ്കര മാറ്റവും വളർച്ചയുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ സംരംഭ രംഗത്ത് തുടങ്ങിയ കേരളത്തിൽ പറയാൻ സാധിക്കും. 2.5 ലക്ഷം കുട്ടികൾ പുറത്ത് പഠിക്കാമെന്ന്, കേരളത്തിന് പുറത്ത് പോയി പഠിക്കാമെന്ന് താല്പര്യം ഉണ്ടായിട്ടാണ്. 100ഓളം ഗവൺമെൻറ് കോളേജുകൾ പ്രിൻസിപ്പാൾമാരില്ല, VC-മാർ, യൂണിവേഴ്സിറ്റിയിലൊന്നും VC-മാരില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ പിന്നെ ജനങ്ങൾ തയ്യാറല്ല. അതിൻ്റെ ക്വാളിറ്റിയിലും പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ആളുകൾ കേരളത്തിന് പുറത്ത് പോയാൽ പഠിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് ഇഗ്നോൻ്റെ സ്ഥലം ഇപ്പോൾ അവിടെ, അത് നേരത്തെ മുല്ലപ്പള്ളി വന്നപ്പോഴാണ് ആദ്യം ഫസ്റ്റ് വന്നപ്പോൾ. പിന്നീട് ഒന്നും തന്നെ ഞാൻ ഒരു സമീപനം, ഞാൻ കുറ്റ്യാടിയിൽ ഹൈമാസ് ലൈറ്റുകൾ, ഹൈമാസ് ലോമാസ് ലൈറ്റ് ഉണ്ടല്ലോ, അത് വരുന്ന കാലഘട്ടമാണ്. വ്യാപകമായി ആളുകൾക്കറിയില്ല. അത്യാവശ്യം ടൗണിൽ മാത്രം, ഗ്രാമങ്ങളിലൊന്നും ഇല്ലാത്ത കാലത്താണ് വെളിച്ചം നമ്മളെ പല പ്രദേശത്തും പലതിനും അനിവാര്യമാണെന്ന് തോന്നി. വെറും ആളുകൾക്ക് വഴിപോകാൻ മാത്രമല്ല, നിയോജകമണ്ഡലത്തിൻ്റെ ഘടന അതാ. പല സ്ഥലത്തും രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളുണ്ട്, ഭയപ്പാടുകളൊക്കെ. അപ്പം എല്ലാവരുടെയും വെളിച്ചം എന്നുള്ളൊരു പദ്ധതി അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പെർമിഷൻ തന്നില്ല എനിക്ക്. ഇത് പല പഞ്ചായത്തുകളും. എന്താ കാരണം എന്താ വെച്ചാൽ, ഇലക്ട്രിസിറ്റിക്ക് വലിയ പൈസ കൊടുക്കണം, ഞങ്ങൾക്ക് പൈസ കൊടുക്കാനാവില്ല, ഇങ്ങൾക്കും ഇതിൻ്റെ പൈസ തന്നാൽ മതി, മാസം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി ഇത്ര വേണമെന്ന് പറഞ്ഞിട്ട് പെർമിഷൻ തരാതിരുന്നു. എന്നിട്ട് എത്രയോ എന്നെ ഡിലേ ആക്കി. അപ്പോൾ ഇതൊക്കെ CPM ഭരിക്കുന്ന പഞ്ചായത്തുകൾ. ഇതൊക്കെയാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന നിലപാടുകൾ. ഇപ്പം ഞാൻ വെച്ച കൂടിയും പിന്നെ ഇടതുപക്ഷ MLA-ൻ്റെതാണ് അതിൻ്റെ മുകളിൽ കൂടിയും ബോർഡ് വെച്ച് നടക്കാണ്. ഈ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലിപ്പം കുറച്ചു കാലമായിട്ട് പഴയ വീഡിയോ ആയിരിക്കും. ഇപ്പോൾ വീണ്ടും ആ വീഡിയോ ഒരു KMCC-ൻ്റെ പരിപാടിയിൽ SDPക്കാരനെ കൊല്ലേണ്ടതെന്ന് അല്ല, അതൊക്കെ എന്താന്ന് പറയുക, അതൊക്കെ എന്താ പറയുക, പണ്ട് പുതിയതെന്തെങ്കിലും ഉണ്ടാ പറയുന്ന പറഞ്ഞിരുന്നു ഒരാൾ. അങ്ങനെ തെറി വല്ലാതെ പറഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. പുതിയ എന്തെങ്കിലും തെറി ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു. അതുപോലെ ഇതിപ്പോൾ 10 വർഷമായി വരുന്നത്. എന്താണ് സംഭവം? കുറ്റ്യാടിയിൽ അവിടെ ഒരു SDPI-കാരൻ നമ്മളെ യൂത്ത് ലീഗുകാരനെ ഒരു വലിയ കാരണവും ഒരു സംഗതിയൊന്നുമില്ല, അത് വലിയ സംഘർഷമൊന്നുമില്ലാത്ത സമയത്താണ് അവിടെ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ പ്രശ്നമാണല്ലോ, എന്തിനു വേണ്ടിക്കുന്നു. അപ്പോൾ ഞാൻ ഗൾഫിൽ ദുബായിൽ പോയപ്പോൾ അവിടെ ഒരു വലിയ പ്രചരണം എന്താണെന്ന് പറഞ്ഞാൽ, വേറെ പിന്നെ അസ്ലമിൻ്റെ നാദാപുരം വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഭയങ്കര ചൂട് പിടിച്ച ചർച്ച. അസ്ലമിനെ കൊന്ന ആളുകളെ കൈകാര്യം ചെയ്യണ്ടേ എന്ന് ചോദിച്ച് ചർച്ച ജനങ്ങളുടെ ഇടയിൽ. അതെവിടുന്നോ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ അസ്ലമിൻ്റെതാണ് ആദ്യം കൊന്നവരില്ലേ, അത് നസ്രുദ്ദീൻ്റെതല്ലേ എന്നൊരു ചോദ്യം മാത്രമാണ്. അതാണ് ആദ്യം കൊന്നവരെ കൊല്ലണ്ടേ എന്ന് ചോദിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് കൊന്നവരെ
ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം കൊന്നവരെന്താ ചെയ്യാന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നത്തെ സാഹചര്യം വെച്ച് അവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണത്. അതല്ലാതെ ആരെയും കൊല്ലാനോ കൊലവിളി നടത്താനോ ഉള്ള ഒരു ആഹ്വാനം കൊടുത്തതല്ല. അത് നിങ്ങൾക്ക് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. കോഴിക്കോടും ഇവിടെയൊക്കെ ഞാൻ പത്രസമ്മേളനം നടത്തി അന്നത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സാഹചര്യം. അതിൻ്റെ ഇതൊരു ക്ലിപ്പിംഗ് മാത്രം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ വിഷ്വൽ കംപ്ലീറ്റ് എടുത്താൽ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ബോധ്യമാവും. സമീപ പ്രദേശങ്ങളിലൊക്കെ സമീപ മണ്ഡലങ്ങളിലൊക്കെ 1000 കോടികളുടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. ഇവരുടെ സംസ്ഥാനത്തിൽ അവര് ഒരു എട്ടുകാരി ആണെന്ന് പറയുന്നത് ആ വസ്തുതയെ അംഗീകരിക്കാതിരിക്കുന്നത് ശരിയാണോ? ഏത് അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ. ഈ അദ്ദേഹം ജനപ്രതിനിധി ആയപ്പോൾ നടന്ന കാര്യം ഞാനീ പറയുന്ന 700 ചില്ലാനം കോടിയും അയാളെതാണെന്ന് അവകാശപ്പെട്ടാൽ എന്നിട്ട് ഞാൻ 1100 എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? ഏതാണ്ട് അതേ തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് 299 300 കോടിക്ക് താഴെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു 500, നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു 528 കോടി ജൽജീവൻ മിഷനാണ്. അതിവിടെ നമുക്ക് അവകാശപ്പെട്ടതായത് ഹൈവേ ബൈപ്പാസ്. അതിൻ്റെ രമേൻ്റെ മൂരാട് മുതൽ പൂഴിത്തല വരെ രമക്കും അവകാശപ്പെട്ട അതിലുള്ള പാലും അതിലുള്ള റോഡും അതിന് എത്ര കോടി വരുമെന്ന് കണക്കൂട്ടിയിട്ട്. അതുപോലെയല്ല ജൽജീവൻ മിഷൻ ഇവിടെ തന്നെയല്ലേ. എന്നിട്ടും നിങ്ങളാരും അത് തിരിച്ച് ചോദിച്ചില്ല. ജൽജീവൻ മിഷൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാൻ നിങ്ങളാരും ചോദിച്ചായിട്ട് ആ പത്രത്തിൽ കണ്ടിട്ടില്ല. ആരും ചോദിച്ചില്ലാലും അപ്പം നമ്മളിവിടെ നിഷേധിക്കുന്നത് രമ പറയുന്നത് തന്നെയാണ്, വടകര നടന്നത് തന്നെയാണ്, കുറ്റ്യാടിയും നടന്നിട്ടുള്ളൂ. അതിലപ്പുറത്തൊന്നും നടന്നിട്ടില്ല. കുറ്റ്യാടിയിൽ നേരത്തെ കൊടുത്ത ഈ പുഴയോരം കെട്ടുന്ന ആ വീടും ഇതൊക്കെ ഭീഷണിയുള്ള സ്ഥലം അതൊക്കെ അന്ന് പാസ്സായി. കോവിഡ് കാലത്തെല്ലാം പാസ്സാക്കി വെച്ചതിൻ്റെ വർക്ക് ഇപ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേപ്പറൊക്കെ ഞാൻ നിങ്ങളെടുത്ത് അന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടല്ലോ. ഇതിപ്പോൾ ഈ ഏതെങ്കിലും ഒരു വർക്ക് നടന്നതിനാ ഞാൻ നിഷേധിക്കുന്നില്ല. ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വന്നാലും MLA-മാരുടെ ശ്രദ്ധ പോലെ ഇരിക്കും നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. അത് നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങളെല്ലാവരും ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ MLA-ക്ക് പിന്നെ റോളൊന്നുമില്ലല്ലോ, എല്ലാം ഗവൺമെൻറ് ചെയ്താൽ പോലെ. അപ്പോൾ ഈസി വോക്ക് ഓവറെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ ഇത്രയും ദിവസം ഞാനിപ്പോൾ 10 വർഷമായിട്ട് അവിടെ തന്നെ ഉണ്ട്. 5 വർഷം ഞാൻ MLA ആയിട്ടും 5 വർഷം അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. 5 വർഷം MLA ഇല്ലാതിരുന്നിട്ടും ഞാൻ പിന്നെ കുറ്റ്യാടിയിലുണ്ട്, നിങ്ങളും കുറ്റ്യാടിയിലുണ്ട്, നിങ്ങളെ നാടാ കുറ്റ്യാടി. നിങ്ങൾക്കറിയാം അവിടെ എന്താ ഉള്ളത്. ഞാൻ എന്നെ കൊണ്ടത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം വളരെ കൃത്യമായിട്ട്. ഞാനിപ്പോൾ വലിയൊരു അവകാശവാദമൊന്നുമായിട്ട് പോകും. പക്ഷേ 100% കോൺഫിഡൻസ് അവിടുത്തെ UDF-ൻ്റെ പ്രവർത്തകന്മാർക്കും അവിടുത്തെ ലീഡർഷിപ്പിനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. രാഷ്ട്രീയമുണ്ട്, വികസനമുണ്ട്, ഇത് അക്രമമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പറയുക ഈ ജനങ്ങളെ കാര്യത്തിലൊക്കെ ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു നിലപാട്, അത് ഏറ്റവും വലിയൊരു പ്രശ്നം. കുറ്റ്യാടിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം അതുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിക്കെതിരെ എന്തുണ്ടായി, കരിങ്കൊടി കാണിച്ചു. നിങ്ങളൊക്കെ കണ്ട അതിൻ്റെ 7 കാലത്ത് പോലും ആരോഗ്യമന്ത്രിയുടെ എത്തിയിട്ടില്ല, തൊട്ടിട്ടില്ല. എന്നിട്ടൊരു മന്ത്രിയാണ് കഴുത്തിൽ കോളറൊക്കെ ഇട്ട് ICUലേക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, സ്പീക്കറുടെ സാന്നിധ്യത്തിൽ നേരിട്ട് ICUലേക്ക് പോകുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ജനം ഇത് മനസ്സിലാക്കി ജനം കുഴപ്പത്തിന് പോയില്ല. ജനം ഒരു കുഴപ്പത്തിനും പോയില്ല. കണ്ണൂർ നിങ്ങൾക്കൊക്കെ അറിയാം, കണ്ണൂർ നമ്മളൊക്കെ ഭയപ്പെടുന്നൊരു സ്ഥലമാണ്. ആ കണ്ണൂരിൽ ഒരു കുഴപ്പമുണ്ടായില്ല. 5 KSU പ്രവർത്തകന്മാരാണ് കരിങ്കൊടിയായിട്ട് പോയത്. അതിൽ 4 പേര് കണ്ണൂരിലുള്ള ആളുകളാണ്. 5ാമത് ഇവിടെ വിതുൽ ബാലൻ എന്ന് പറയുന്ന പിന്നെ KSU പ്രവർത്തകൻ, അവൻ്റെ വീട്ടിന് നേരെ ബോംബെറിയാണ്. കണ്ണൂരെ ഒരൊറ്റ KSU നേതാക്കന്മാർക്കും അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല.
ഇവിടെ വന്ന് രാത്രി 1 മണിക്ക് 12:30 മണിക്ക് ബോംബെറിയാണ്. നിങ്ങൾ കണ്ടല്ലേ, കളവന്നാർക്കും പറയാനാവോ? എന്തോ ഭാഗ്യത്തിന് ഇവർ പ്രായമുള്ള അച്ഛനും അമ്മയും ഇവർ മാത്രമാണ് വീട്ടിലുള്ളത്. രാത്രി അവർ പിന്നെ വീട് തന്നെ കുലുങ്ങി. അവർ അന്ന് ബെഡ്റൂം മാറി കിടന്നത് കൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടത്, ഇല്ലേ മാരകമായി പരിക്ക് പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യം എവിടെയും ഒരു ബോംബ് ഉണ്ടല്ലോ. ബോംബ് കൃഷി എവിടെയോ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് ബോംബ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് കണ്ടപ്പോൾ പൊട്ടിയെടുത്തല്ല പോയിട്ട് ഇങ്ങനെ തെറിച്ചല്ലാതെ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഞാൻ എപ്പോഴും വിചാരിക്കും ഇതേതെങ്ങനെ ഈ ബോംബ് ഈ ഏറുപടക്കെല്ലാം നമ്മൾ കാണുകയുള്ളൂ. ഈ ബോംബ് എന്താണെന്നുള്ളതൊന്ന് കാണുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. UDF ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഈ നമ്മൾ തിരഞ്ഞെടുപ്പെല്ലാം വരുമ്പോൾ നമ്മളെ പ്രചരണമായതെല്ലാം ബാനറും ഫ്ലക്സും ബോർഡും അത്തരം പരിപാടി. ഇത് അടുത്ത പക്ഷത്തിന് അതിൽ അപ്പുറം ഒരു സാധനം കൂടി ഈ ബോംബ്. ഇതെവിടെ നിന്നായി കിട്ടുന്ന ഈ ബോംബ്? എവിടെയോ ഉണ്ടല്ലോ. നേരത്തെ ഇതിനൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടല്ലോ ഇവിടുന്ന് ബോംബ് എറിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്തോ ഇരിക്കട്ടെ, പിന്നെ ഇവിടെ വില്യാപ്പള്ളിയിൽ ബോംബ് പൊട്ടിയിട്ടുണ്ട്, കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടുന്ന് ഈ മരുന്ന് കിട്ടി? അതിൽ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ ചർച്ച ചെയ്താവും. പക്ഷെ കൈപ്പത്തി പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് മറച്ചു വെക്കാനൊക്കെ MJ ഹോസ്പിറ്റലിൽ വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരും ഇവിടെ നിങ്ങളാരും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്താ സാധാരണ ഇൻസിഡൻ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണ്ടേ? അല്ല, അതിൻ്റെ ബോംബ് പൊട്ടിയതാണ് വില്യാപ്പള്ളിയിൽ, പിന്നെ കുറ്റ്യാമ്പയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പാർട്ടി കൺവെൻഷൻ, ഇടതുപക്ഷത്തിൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ അവരുടെ പാർട്ടി കേന്ദ്രത്തിൽ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തിൻ്റെ 2 കെട്ടും പിന്നെ വീടിപ്പുറത്ത് 2 3 വീടിപ്പുറത്ത് ടെറസിൻ്റെ മുകളിൽ ഇത് പൊട്ടിയപ്പോൾ കൺവെൻഷന് പ്രസംഗിക്കുന്ന ആളുകൾ തെറിച്ച് വീണിട്ടുണ്ട്. എന്താ ഇത് വല്ലാതെ പിന്നെ അങ്ങനെയാണ് കൈപൊട്ടിയത്. അതിൻ്റെ ഒരു ചർച്ച പോലും. പിറ്റേന്ന് പത്രക്കാരെടുത്തെല്ലാം പറഞ്ഞ് 2-2.5 മണിക്ക് ശേഷം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ബോംബ് സ്ക്വാഡ് വന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു ഓലപ്പടക്കം പൊട്ടിയാൽ NIA വരണം എന്ന് അറിയില്ലായിരുന്നു. ഇപ്പുറത്താണെങ്കിൽ എന്തൊക്കെ ആക്ഷേപം, UDF-ൻ്റെതാണെങ്കിൽ എന്തൊക്കെ വരും. അപ്പോൾ ഇതെന്താ? അപ്പോൾ എവിടെയും മറച്ചു വെക്കുന്നത് അതെന്തോ ആയിട്ട് അത് അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തിക്കോട്ടെ, നമ്മളിപ്പോൾ അതിൽ എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അന്വേഷണം നടക്കുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ കുട്ടിയെ കാണാൻ കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ട് ആ കൈപ്പത്തി നഷ്ടപ്പെട്ട് പിന്നെ ഈ കുട്ടി കാണാൻ പത്രക്കാർക്ക് സാധിച്ചിനോ, മീഡിയക്കാർക്ക് സാധിച്ചിനോ? എന്താ ഇത്ര വലിയ ഒരു മറച്ചു വെക്കേണ്ട പ്രശ്നം അതിലെന്താ ഉള്ളത്? അതുമല്ല, നിങ്ങൾ കാണേണ്ട അതിലൊരു ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോംബ് മറ്റേ ഇവിടെ തോടന്നൂരിൽ ബോംബ് പൊട്ടി. അപ്പോൾ ജനപ്രതിനിധി വന്ന് കുറ്റ്യാടിയുടെ നിങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റില്ല. വീടിന് നേരെയുള്ള അതിക്രമം, പ്രതികളെ പിന്നെ മാതൃകാപരമായി ശിക്ഷിക്കണം, അടിയന്തരമായി പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എല്ലാവരും റിപ്പോർട്ട് ചെയ്താൽ അത് നിങ്ങളാരും എവിടെയും കോട്ട് ചെയ്യുന്നില്ലാലും ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞാണ് പ്രതിയെ പിടിച്ചപ്പോൾ ആർക്കും അതിൽ തർക്കമുണ്ടോ? അവിടുത്തെ DYFIയുടെ നേതാവാണ് മിഥുൻ എന്ന് പറയുന്ന അധ്യാപകനാണ്. പിന്നെ പഠിക്കുന്ന അദ്ദേഹം പിന്നെ പഠിപ്പിക്കുന്ന സ്കൂള് നിങ്ങൾക്കറിയാം എന്തായിരുന്നു, മന്നത്തുകാവ്. അവിടുത്തെ അധ്യാപകനാണ്. അയാൾ 15 ദിവസം ഉള്ളിൽ കിടന്നിട്ട് അയാളെ പിടിച്ചപ്പോൾ തന്നെ അയാളും അവിടുത്തെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്, പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ അടുത്ത ബന്ധമുള്ള ആൾ. ആരും അതിനെക്കുറിച്ച് ഇങ്ങനെ ബന്ധവും കണക്ഷനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം ഇവരെ ഇറക്കിക്കൊണ്ടിരുമ്പോൾ മുദ്രാവാക്യമായിട്ട് 100-500 ആളുകൾ വരികയാണ്. ഈ ബോംബ് കേസിൽ പ്രതിയാണ്. CCTV വിഷ്വൽ പ്രകാരമാണ് ഈ അധ്യാപകനെ പിടിക്കുന്നത്. പിടിച്ച് 15 ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ വലിയ ബൊക്കയും മാലയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് 500ഓളം ആളുകൾ പ്രകടനമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ നിലപാടെന്താ? അപ്പം എന്താ ഈ കുറ്റ്യാടിയുടെ MLA എന്താ പറയേണ്ടത്? അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ ഇതിൽ? അത് നിങ്ങളാരും ചോദിച്ചോ? എന്താ അത് ചോദിക്കണ്ടേ നിങ്ങൾ? അപ്പോൾ പാർട്ടിയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും അല്ലേ? അത് കഴിഞ്ഞ് ഇനി അതും പോട്ടെ, ഇയാൾ ഇറങ്ങി വന്നതിന് ശേഷം 4 ദിവസം മുമ്പ് സ്റ്റാറ്റസ് വെക്കുകയാണ് അയാൾ. എന്താ സ്റ്റാറ്റസ്? 5 ദിവസം മുമ്പ്
കുറ്റാടിയുടെ ഇപ്പം നിലവിലുള്ള MLA സ്റ്റാറ്റസ് വോട്ട് ഫോർ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ബന്ധം? ഇതിവിടെ എനിക്ക് തോന്നുന്നില്ല, നിങ്ങളത് റിപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾക്ക് എഴുതാനും പറയാനും ഭയമാണ്. ഇനി UDFൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നിങ്ങൾ എൻ്റെ മലയാള ഭാഷയിൽ ഞാൻ പറയും ഒലക്ക മുക്കി നിങ്ങൾ എഴുതുമായിരുന്നു. ഇപ്പോഴാകുമ്പോൾ ഇതൊക്കെ കണ്ണും ചിമ്മാനും എന്താ നിങ്ങൾക്ക് അങ്ങനെ പത്രക്കാർക്ക് അങ്ങനെ ഒരു 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 ഭയം എന്താ കാര്യത്തിൽ? അല്ല അതല്ല പറഞ്ഞോട്ടെ, ഒരിക്കലും ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് കൈ നഷ്ടപ്പെട്ടു. പാറക്കൽ പറഞ്ഞനോ UDF പറഞ്ഞനോ CPM പറഞ്ഞനോ എന്നല്ല. അത് അന്വേഷിക്കാൻ ഒന്ന് പത്രക്കാർക്ക് അത് അന്വേഷിക്കാം, ഒന്ന് നിങ്ങളെല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ പോലീസ് എന്തിനായി പണിയെടുക്കുന്നത്? പോലീസിൻ്റെ പണി എന്തെന്നാ ഇങ്ങനെ കാക്കയിലിട്ടിട്ട് ഇങ്ങനെ ഷോനാണോ പോലീസ്? അന്വേഷണ വിഭാഗം ഏതെല്ലാം പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, മറ്റേ ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ, രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, ആർക്കൊക്കെ അന്വേഷിക്കാം. ഞങ്ങൾ നാട്ടിൽ സമാധാനം, ഞങ്ങളിവിടെ സമാധാന ഇത് നടത്തില്ലേ, യാത്ര നടത്തില്ലേ, ഞാനും KCയും ഷാഫിയും. നമ്മളെ മെസ്സേജ് എന്താ? നമ്മളിപ്പോഴും ഇതിനെയൊന്നും ഈ ഇത്തരം വിഷയങ്ങളെ ആളിക്കത്തിക്കാത്തതിൻ്റെ കാരണം ഇത് ഒരു കൈവിട്ട് പോയാൽ നല്ലതായിരിക്കില്ല. നാട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഏർപ്പാട് നോക്കും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം 2016 ഞാൻ മത്സരിച്ച് ജയിച്ചപ്പോൾ 2 മാസം എനിക്ക് ആ മണ്ഡലത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല. നിരോധനം നിങ്ങളൊക്കെ കണ്ട ആ മണ്ഡലത്തെ മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു UDFൻ്റെ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ അതിനെ കൃത്യമായി ഒരു കലാപില്ലാത്ത എന്നും സംഘർഷമാണ്. തെങ്ങ് വെട്ടൽ വേറെ, വാഴ വെട്ടൽ വേറെ, ആപ്പീസിന് തീവക്കൽ വേറെ. അത് നിർത്തുന്നതിൽ വലിയ പങ്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ മുന്നോട്ട് പോയതും ആ ഒരു സമാധാനം അവിടെ നിലനിൽക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഞങ്ങൾക്കറിയാം ഇവിടെ ഇതിലാണുള്ളത്. കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കോടതിയിലുണ്ടാകുക. അതെങ്ങനെയാണ് ഇവിടെ പോലീസ്, വടകര പോലീസ് ഇവിടെ കോടതിയിൽ ഒരു കേസാണെന്ന് വിചാരിച്ചത്. ആ കേസ് എങ്ങനെയാണ് പോലീസിന് തള്ളിക്കളയാനാ? കോടതിയല്ലേ നല്ലത്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തും ആകാം. അപ്പോൾ കുറ്റ്യാടിയിൽ അല്ല വടകര മേഖലയിൽ ഈ കാഫർ സ്ക്രീൻഷോട്ട് കൊണ്ട് ഡാമേജ് വല്ലാതെ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ തൽക്കാലം അതിനൊന്ന് എന്ത് ചെയ്യുക, ആ ഡാമേജ് കുറയ്ക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് ഇത് ഞങ്ങളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും UDF വന്നാൽ അതിൻ്റെ അന്വേഷണം ഒരു കേസിൻ്റെ മുറക്ക് പോകും. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോണ് കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ തിരിച്ചു കൊടുത്തിട്ടില്ല, റിപ്പോർട്ട് വന്നിട്ടില്ല. എങ്ങനെയാണ് ഒരു കോടതിക്ക് അല്ല ഒരു പോലീസിന് ഇത്? പോലീസ് പൂർണ്ണമായും CPMൻ്റെ കയ്യിലെ ചട്ടുകമാണ്, ഒരു സംശയവും വേണ്ട. ഇന്നലെ പോലും എൻ്റെ 4-5 വണ്ടി മണിയൂരിൽ ഒരു കാരണമില്ലാത്ത പോലീസ് പിടിച്ചു വെക്കുകയാണ്. പെർമിഷനെല്ലാം ഉണ്ട്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചാൽ ഞാൻ അതിലിടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ പ്രചരണം മുഴുവൻ അവസാനിപ്പിക്കാൻ എന്താണോ വഴി അത് പോലീസിനെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ഏർപ്പാട് വരെ ഇവിടെ നടക്കുകയാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും CPMൻ്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായും പോലീസ് സ്റ്റേഷൻ വേണം. അത് നമ്മൾ വന്നാൽ സ്വാഭാവികമായും അത് അവിടെ ഉണ്ടായേ മതിയാവുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.